നീ ഒപ്പിട്ടുത്താ. ഫാമിലി കോർട്ടില് മ്യൂച്വൽ കൺസെന്റ് ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയ പെട്ടെന്ന് വിവാഹമോചനം അനുവദിച്ചു കിട്ടും. നിങ്ങൾക്ക് എന്താ ഇത്ര നിർബന്ധം ഇവരെ വേർപിരിക്കാൻ? ശ്രീ, നിനക്കൊന്നും പറയാനില്ലേ? നീ ഒന്ന് ഒപ്പിട്ട് താ. ഞാൻ ഒപ്പിടില്ല ഹരീഷ്, എന്നെ കൊന്നാലും ഞാൻ ഇതിൽ ഒപ്പിടില്ല. എന്ത് ന്യായത്തിലാ നീ? അവള് പറയട്ടെ, നിങ്ങൾ ചിലക്കാതെ അവിടെ നിന്നേ. ഞാൻ ഹരീഷിനോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഹരീഷിനോട് ദേഷ്യമില്ല. പിന്നെന്തിനാ നമ്മൾ തമ്മിൽ പരസ്പരം പിരിയുന്ന? നിങ്ങളെ രണ്ടുപേരെയും രണ്ടാക്കേണ്ടത് രുക്മിണിയുടെ തീരുമാനം. അത് നിങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച അന്ന് മുതൽ തുടങ്ങിയതാ. ഞാനേ ഇവളെ എന്റെ മകളെ പോലെ കണ്ട് മിണ്ടരുത്. മകളെ പോലെ അവളുടെ ഒരു നാടകം. ഹരീഷ്, നീ ഇത്രയും വിവരമില്ലാത്തവനാണോ? അമ്മ പറഞ്ഞതും കേട്ട് കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ നടക്കുന്നു. എടാ, ഒരു പെണ്ണിന്റെ ജന്മത്തിന് ഒരു വിലയുമില്ലേ? നീ എന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നത്? എനിക്ക് സമാധാനത്തോടെ ഇനിയെങ്കിലും ജീവിക്കണം. അതുകൊണ്ട് ഇവളോടൊപ്പമുള്ള ഒരു ജീവിതം എനിക്കിനി വേണ്ട. നിന്റെ സമാധാനം നശിപ്പിക്കാൻ എന്റെ മോള് എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അയ്യോ, ഇങ്ങനെ സത്യവതിയും ശാന്തശീലയായ ഒരു മോള്. ഹ, ഇങ്ങനെ 10 പെണ്ണുങ്ങൾ ഭൂമിയിലുണ്ടെങ്കിൽ നിർത്ത്, നോണം കെട്ട തള്ള. ഇതുപോലത്തെ 10 പെണ്ണുങ്ങൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ എന്തൊരു ശല്യം ഇവര്. ഈ രാജ്യം മുഴുവൻ വൈറസ് പരക്കും ഇവരെ പോലെ ഒരെണ്ണം ഉണ്ടെങ്കിൽ. നിങ്ങളാ കൊറോണ, കൊറോണയേക്കാൾ വലിയ കൊറോണ. കൊറോണ രുക്മിണി. അതെ, അടങ്ങി ഇവിടെ നിന്നോണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അടിച്ച് തറയിലിരുത്തും. എടാ, പെറ്റ തള്ളയെ ചീത്ത വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാ നിൽക്കുന്നോടാ. ഒന്നുകിൽ ചാടി അവളെ അടിക്കണം, അല്ലെങ്കിൽ പോയി ഒപ്പിട്ട് മേടിക്കണം. ശ്രീ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നീ ഒന്ന് ഒപ്പിട്ട് താ. നമുക്ക് പരസ്പരം പിരിയാം. പിരിയാൻ എന്തെങ്കിലും അതേ റീസൺ വേണ്ടി ഹരീഷ്. ഹോ, ഹരീഷ് എന്നെ വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത്? അതാദ്യം പറ. എടി, നീ ഒരു മുഴു ഭ്രാന്തിയാ. ഒരു മുഴു ഭ്രാന്തിയായ നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് പറ്റില്ല.